തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമമുണ്ടായിരുന്നു. വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി രണ്ടാമതും പ്രസിഡന്റ് പദവിയിലെത്തുകയും ചെയ്തു ട്രംപ്. ഇപ്പോഴിതാ ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അഫ്ഗാൻ പൗരനെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തെന്നാരോപിച്ചാണ് അഫ്ഗാൻ പൗരൻ ഫർഹാദ് ഷോക്കേരിക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇറാനിയൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 51കാരനായ ഫർഹാദ് ഷാക്കേരി അറസ്റ്റിലായിട്ടില്ലെന്നും ഇറാനിലുണ്ടെന്നുമാണ് കരുതുന്നതെന്നും മാൻഹാട്ടൻ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നുണ്ട്. സെപ്റ്റംബറിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരം ട്രംപിനെ നിരീക്ഷിച്ച് വധിക്കാൻ ഷാക്കേരി പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് അമേരിക്കയുടെ ആരോപണം. 7 ദിവസത്തിനകം ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം. ഈ സമയപരിധിക്കുള്ളിൽ ട്രംപിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ലെന്ന വിലയിരുത്തലിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. തിരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുമെന്നും പിന്നീട് വധശ്രമം എളുപ്പമാകുമെന്നും ഷാക്കേരി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും പ്രോസിക്യൂട്ടർമാർ പറയുന്നു. ചെറുപ്പത്തിൽ അമേരിക്കയിലെത്തിയ ആളാണ് ഷാക്കേരി എന്നും ക്രിമിനൽ കേസിൽ 14 വർഷം ജയിലിൽ കിടന്ന ശേഷം 2008 നാട് കടത്തിയതാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇറാന്റെ കടുത്ത വിമർശകനായ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പേർക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കാർലിസ് ലേ റിവേര, ജൊനാഥൻ ലോർഡ് ഹോൾട്ട് എന്നിവർ ഗൂഢാലോചന നടത്തിയതായാണ് കണ്ടെത്തൽ. ഇരുവരെയും US പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാക്കേരി പണം വാഗ്ദാനം ചെയ്താണ് 2 പേരെയും റിക്രൂട്ട് ചെയ്തതെന്നാണ് കണ്ടെത്തൽ. ഇവരെ കൂടാതെ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് മറ്റു ചിലരെയും ഇറാൻ പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തതായി സംശയിക്കുന്നുണ്ട്. ഈ വർഷം 2 വധശ്രമങ്ങളാണ് ട്രംപ് നേരിട്ടത്. ജൂലൈയിൽ പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായി. ട്രംപിൻ്റെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ വെസ്റ്റ് പാം ബീച്ചിൽ ഗോൾഫ് കളിക്കുന്നതിനിടെയും ട്രംപിന് നേരെ വധശ്രമമുണ്ടായി.